ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട്, അതായത് ഷോട്ടിന് മുന്നേ ഒരു ഹെഡ്സെറ്റ് വെച്ച് വന്നിട്ട് ഒരു ഇൻഡസ്ട്രിയലാറിന്റെ BGM ഇട്ട് വന്നിട്ട് പൊക്കോളാൻ പറയും. അപ്പൊ ഞാനതും വെച്ച് ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ എന്തിനായിരുന്നു ഇത് ഇങ്ങനെ കേൾക്കണേന്ന് ചിന്തിച്ചു. പക്ഷെ പിന്നെ അത് എനിക്കത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പെർഫോം ചെയ്യുന്ന സമയത്ത്. ആദ്യം ഞാൻ ചിന്തിച്ചെങ്കിലും പിന്നെ അത് എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് തരിക ബാഹു തന്നെ. ഡീറ്റെയിൽ ആയിട്ട് ആ സീനും ആ ക്യാരക്ടറിന്റെ ഇമോഷനും ആ ക്യാരക്ടർ ആ ഷോട്ടിന് മുന്നേ എന്തായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെ എന്ത് കഴിഞ്ഞിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ബാഹു പറഞ്ഞുതരും. അത് പറഞ്ഞു തന്നിട്ട് ഈ ഇൻഡസ്ട്രിയലിന്റെ മ്യൂസിക് എല്ലാം BGM വെച്ചിട്ട് കേട്ടോളാൻ പറയും. കേട്ട് കഴിഞ്ഞിട്ടാണ് നമ്മള് പെർഫോമൻസിന് വിളിക്കുന്നത്. അഹമ്മദിക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതിനു മുന്നേ, ബാഹു നമ്മളെ ആർട്ടിസ്റ്റിനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും, പിന്നെ പുറകെ ആൾക്കാർ വിളിക്കാൻ പോണം വാ വാ. പക്ഷെ അത്ര ഡീറ്റെയിൽ ആയിട്ട് ആ ക്യാരക്ടറിനെയും ആ ഒരു സ്ക്രിപ്റ്റും ആ കഥയൊക്കെ അത്രയും ഡീപ്പായിട്ട് പുള്ളിയുടെ ഉള്ളിലുണ്ട്. എന്താണ് അവർക്ക് വേണ്ടതെന്നുള്ള ധാരണ എന്തായാലും രണ്ടുപേർക്കും ഉണ്ട്, അഹമ്മദിക്കാനും ബാഹുവിനും ഉണ്ട്. പിന്നെ നമ്മളിൽ അത് എത്തിച്ചു തരുന്നത് ശരിക്കും ബാഹുവായിരുന്നു. ഇത്തവണ ഇക്കാനും അധികം പണിയില്ലായിരുന്നു പറഞ്ഞു ആർട്ടിസ്റ്റുകൾക്ക് പറയാൻ. ബാഹുവായിരുന്നു.